നമ ശിവായ. ഇപ്പം ഞാൻ ആരാണ് എന്നുള്ളൊരു ചിന്ത, അതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയിലേക്കുള്ളൊരു തുടക്കം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നോർമലി ഈ പഞ്ചഭൂതങ്ങളിൽ മാത്രം പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രം നമ്മൾ വ്യാപൃതരായി ജീവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കാറില്ല. അതുകൊണ്ട് ജ്ഞാനികൾ കണ്ണടച്ചിരിക്കുന്നു, അജ്ഞാനികൾ കണ്ണു തുറന്നിരിക്കുന്നു നമ്മൾ ഭംഗിന്തരാണ് പറയാറുണ്ട്. അപ്പോൾ ഈ ഞാൻ ആര് എന്നുള്ളത് ചോദിച്ചു വരുമ്പോഴാണ് ഇപ്പം അങ്ങ് പറഞ്ഞ് നിർത്തിയത് അവിടെയാണ്, നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് പലരും ചോദിക്കാറുണ്ട്, ആത്മാവ് എന്ന് പറയുന്നത് തന്നെയാണോ പ്രാണൻ, അപ്പൊ ഈ സ്പിരിറ്റ് എന്ന് പറയുന്നതാണോ സോള്, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അതിലേക്കാണ് അങ്ങ് പറഞ്ഞു വന്നത്. പറയും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സ്പിരിച്വൽ ബോഡി എന്നുള്ളൊരു ഭാഗം നമ്മളിതിൽ കൃത്യമായിട്ട് പറയേണ്ട ഒരു ഭാഗം, അത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ശരിക്കും കൃത്യമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ സൂക്ഷ്മ ശരീരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള രീതികളുണ്ട്. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ നിൽക്കുന്നതാണ്. ശരിക്കും സാധാരണഗതിയിൽ നമ്മളുടെ സ്ഥൂല ശരീരത്തിന്റെ 1.5 അടി വിട്ടിട്ടാണ് ഈ സൂക്ഷ്മ ശരീരം നിൽക്കുന്നത്, കൃത്യമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ് കൂടുതൽ പറയാനുള്ളത്. അതായത് ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പരിസരങ്ങളിലുള്ള ഫോഴ്സുകൾ നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഗുണകരമാകുന്നത് അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് ഗുണകരമല്ലാത്തത്, എവിടെ വെച്ചാണ് ഇതിന്റെ ഡൈവേർഷൻസ് വരുന്നത്, ഇത് നമുക്ക് പഠന വിഷയത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. അത് ചെറിയ രീതിയിൽ പറയാൻ, ശാസ്ത്രീയമായിട്ട് രീതിയിൽ വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ നല്ല തെളിഞ്ഞ വെള്ളത്തില് ഒരു സ്കെയില് നമ്മൾ ചെരിച്ചിറക്കി വെച്ചാൽ നമുക്കറിയാം ആ സ്കെയിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി അതുമാതിരി അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ വളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എന്തുകൊണ്ട് ചോദ്യം, നമുക്ക് അത് ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് വെളിച്ചം നമുക്ക് ഒരു പ്രതലത്തിൽ നിന്ന് അത് വ്യത്യസ്തമായ വേറെ പ്രതലത്തിലേക്ക് കടക്കുമ്പോൾ അതിന് വരുന്ന വ്യതിയാനമാണ് നമുക്ക് ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത്. അതായത് വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സാന്ദ്രത മീഡിയ മാറുമ്പോൾ, അപ്പൊ ഈ പറയുന്ന വൈബ്രേഷൻസ് എവിടെ വെച്ചാണ് കൺവേർട്ട് ആവുന്നത്, ചെറിയ ചേഞ്ച് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ 1.5 അടി അകലെ നിൽക്കുന്ന ഒരു പ്രതലത്തിന്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഈ ഡൈവേർഷൻസ് മുഴുവൻ വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആക്ച്വലി നിങ്ങൾക്ക് എവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഈ പറയുന്ന പുറമെന്ന് വരുന്ന വൈബ്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷന് ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് വരുന്ന പ്രതലം എന്ത്, ആ പ്രതലം നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെയാണ് നിങ്ങളുടെ സൂക്ഷ്മ ശരീരം വരുന്നത്. ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ സ്പിരിച്വാലിറ്റി കൂടുതൽ കിടക്കുന്നില്ല എങ്കിലും സ്പിരിച്വൽ താല്പര്യങ്ങളുള്ള ആളുകളോട് പറയാണ്, ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഇവരുടെ ആത്മാവ് ഒന്നാണ്, പക്ഷെ അവരുടെ ആത്മശരീരം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൂക്ഷ്മ ശരീരം ഒന്നാണോ എന്നാണ് ചോദ്യം. അത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ താങ്കളുടെ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കുന്ന വൈബ്രേഷൻ അതിന്റെ ഫ്രീക്വൻസി അത് എന്റേതായിട്ട് യാതൊരു സാമ്യവും ഉണ്ടാവില്ല. അതായത് താങ്കളായിട്ട് നിർത്തുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം താങ്കൾ നിൽക്കുന്ന സ്പിരിച്വൽ ബോഡിയുടെ ഫ്രീക്വൻസിയാണ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, നമ്മളുടെ ഈ ഫ്രീക്വൻസി അത് നമ്മുടെ സ്വന്തം ഫ്രീക്വൻസിയാണ്. അതായത് നമ്മുടെ വിരലടയാളം പോലെ നമ്മുടെ സ്വന്തമാണ്. അപ്പൊ താങ്കൾ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഒരുപക്ഷെ താങ്കളുടെ ആത്മാവ് കൺവേർട്ട് ചെയ്ത് വേറെ ബോഡിയിലേക്ക് കടക്കുന്നുണ്ടാവാം, പക്ഷെ താങ്കളുടെ സൂക്ഷ്മ ശരീരം ഒരു സ്ഥലത്തേക്കും കടക്കുന്നില്ല. ആ വൈബ്രേഷൻ പ്രകൃതിയിൽ എവിടെയോ നിൽക്കുന്നു. അതായത് അതുകൊണ്ടാണ് കൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണന്റെ ഗുണവും രാമനെ പ്രാർത്ഥിക്കുമ്പോൾ രാമന്റെ ഗുണവും നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ വൈബ്രേഷൻസ് തീർത്തും ഡിഫറെന്റ് ആണ്. അതായത് പൊതുവെ ബലിയിടുമ്പോഴും മറ്റു കാര്യങ്ങൾ നടക്കുന്നത് ആത്മാവല്ല വരുന്നത്. അവിടെയാണ് തെറ്റിദ്ധാരണ. ശരിക്കും നമ്മുടെ ഈ സൂക്ഷ്മ ശരീരമാണ് ആ ഫ്രീക്വൻസിയിലാണ് അവിടെ വരുന്നത്. പലപ്പോഴും എല്ലാം ബാധിക്കുന്നതും എല്ലാത്തിന്റെയും കാരണം ഭൂതൻ എന്നുള്ള നമ്മുടെ സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ പൊതുവെ പറയാറുണ്ട് ആളുകള്, അതായത് ഇപ്പൊ നമ്മൾ ബലിയിടുമ്പോ കാക്കകൾ വരുന്നതും അതിന്റെ സമ്പ്രദായങ്ങൾ പറയാറുണ്ട്. ഒരു കാര്യത്തിൽ പറയുമ്പോൾ അവിടുത്തെ ഭക്ഷണത്തിന്റെ ലഭ്യത അനുസരിച്ച് കാക്കകൾ വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് പ്രകൃതിയില് ഏറ്റവും കൂടുതൽ ഈ വൈബ്രേഷൻസ് തിരിച്ചറിയുന്നത് മനുഷ്യരല്ല, മൃഗങ്ങളാണ്. നമുക്കറിയാം ഭൂമികുലുക്കം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പന്നികൾ പോലുള്ള ജന്തുക്കൾ അവരുടെ പൊട്ടൻഷ്യൽ ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റുന്നതിനേക്കാളും വലുതാണ്. ഒരു വവ്വാൽ ഉണ്ടാക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല, അത്രയും ഇതിന്റെ 20,000 ഹെർട്സിന് പുറത്താണെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവരുടെ എബിലിറ്റി. ട്രാൻസ്പേഴ്സന്റെ ഏറ്റവും പ്രത്യേകത, നമ്മളെ ഫിസിക്കലായിട്ട് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണെങ്കിലും, അത് തലച്ചോറും കാര്യം നമ്മൾ അഡ്വാൻസ്ഡ് ആണെങ്കിലും
ഈ ട്രാൻസ്പേഴ്സണൽ എന്ന ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ശരിക്കും മൃഗങ്ങളാണ്. അതെ അതെ. അതായത് ഈ ഇടയ്ക്ക് അത് പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ ചിന്തിച്ച് എത്തിയപ്പോ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾക്ക് നമ്മളെക്കാളും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ അവര് ദേ ആർ നോട്ട് പെർമിറ്റഡ് ടു എക്സ്പ്രസ് അല്ലേ? അതാണ് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല്. അപ്പൊ അതില് ഞാൻ ഈ പറയുന്നത് എല്ലാ വൈബ്രേഷൻസും എല്ലാവരും അട്രാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഒരു പക്ഷെ നമ്മൾ ബലിയിടുമ്പോ ഈ പറയുന്ന മനുഷ്യരുടെ ഈ പറയുന്ന സ്പിരിച്വൽ ബോഡി ആയിട്ട് വരുമ്പോ അതിനൊരു നേച്ചർ പൊതുവെ ഉണ്ടായിരിക്കും. ഇപ്പൊ മനുഷ്യർക്ക് ഒരു നേച്ചർ ഉണ്ടല്ലോ, ഒരു നേച്ചർ കോമൺ ആയിട്ടുണ്ട്. ഈ നേച്ചർ വരുമ്പോ ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് കാക്കകളായിരിക്കും. അപ്പൊ ഒരു പക്ഷെ നമ്മൾ ബലിയിടുമ്പോൾ ഇത്തരം അംശങ്ങൾ അവിടെ വരുമ്പോൾ കാക്കകൾ അതിനോട് അട്രാക്റ്റഡ് ആയിട്ട് ആ ഒരു സാന്നിധ്യം കാണിക്കുന്നതായിരിക്കും. അല്ലാതെ നമ്മളെ പൂർവികന്മാര് കാക്കകളായിട്ട് ജനിക്കുന്നു അതിന് അതിന് വേറൊരു ഇത് പറയുന്നുണ്ട്. കാരണം കാക്കകൾക്ക് രണ്ട് ഹൃദയമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് അതിന്റെ സ്വന്തം ഇതിരിക്കുന്നത്, മറ്റത് ഈ ആത്മാവിനെ ക്യാരി ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു ക്യാരേജ് ആയിട്ടാണെന്നുള്ളൊരു സങ്കല്പം അങ്ങനെയും പറയുന്നുണ്ട്. കാക്കയെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങള് ഇതിന്റെ പൊതുവെ നമ്മൾ നോക്കാറുണ്ട്. അതായത് അപ്പൊ ട്രാൻസ്പേഴ്സന്റെ എന്താ വിഷയം എന്ന് വെച്ചാൽ ബലിയിടുമ്പോ പോലും ഇത്തരം സ്പിരിച്വൽ ബോഡിയുടെ വരവും പോക്കും കൃത്യമായിട്ട് നമുക്ക് ഫ്രീക്വൻസിയിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഉപകരണമൊന്നും വേണ്ട. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉപകരണം ഇല്ലാത്ത കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നമുക്കതൊരു പഠന വിഷയത്തിൽ കൊണ്ടുവന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇത് വരുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ആ തിരിച്ചറിയുമ്പോൾ ഈ പറയുന്ന ജീവജാലങ്ങൾ എങ്ങനെ അതിൽ പ്രതികരിക്കുന്നു എന്നുകൂടി നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് വേറെയും പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ശബരിമല ഉത്സവത്തിന് നമ്മളിപ്പോ പൊതുവെ തിരുവാഭരണം പോകുമ്പോൾ മുകളിൽ നമ്മൾ പരുന്ത് അല്ലെങ്കിൽ വരുന്നതും ഇത്തരം പറയുന്ന ഘോഷയാത്രയുടെ അട്രാക്ഷൻ അല്ല, അവിടെ വരുന്ന വൈബ്രേഷനോട് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് കൃഷ്ണപരുന്തായിരിക്കും. അതുകൊണ്ടാണ് അത് വരുന്നത്. മറ്റുള്ളത് ചിലപ്പോ ചില കാര്യങ്ങൾ ചിലപ്പോ അതില് നമ്മൾ പറയുന്ന പോലെ സൂത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പക്ഷെ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ഗൗളി ശാസ്ത്രത്തിന് നമുക്ക് കൃത്യമായ ഒരു സമയം വരുമ്പോൾ മാത്രം അത് ഗൗളി അത് ചലയ്ക്കുന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നത് റിയാക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ അവരെ ലിമിറ്റേഷൻസ്, അതുകൊണ്ട് അവർക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ കാലങ്ങളിൽ ഈ മൃഗങ്ങളുടെ ഭാഷ അങ്ങനെ സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പഠിക്കുകയും അതുപോലെ തന്നെ അതിൽ എക്സ്പെർട്ടായ ആൾക്കാരുണ്ട്. അഥവാ വരരുചി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മറ്റ് പല ജീവജാലങ്ങളും പറയുന്ന ഇതിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അത് ഇത്തരം വൈബ്രേഷൻസ് നമുക്ക് ഈ സ്പിരിച്വൽ ബോഡി ആയിട്ടുള്ള വൈബ്രേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് നമുക്കിതില് ഇപ്പൊ സ്പിരിച്വൽ കാര്യങ്ങളാണ് ഇതിൽ ഇപ്പൊ കൂടുതൽ പറഞ്ഞു വന്നത്. സർപ്പക്കാവ് എന്ന് പറയുന്നൊരു സ്ഥിതി എന്താണ്? അപ്പൊ പൊതുവെ നമ്മൾ പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളും അത് നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ഊർജ്ജ നില വെച്ചിട്ടൊക്കെ നമ്മൾ സർപ്പക്കാവിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാറുണ്ട് പല ആളുകളും. പക്ഷെ ആക്ച്വലി എന്താണ് അത് നമ്മളത് അതിനെ കുറിച്ചുള്ള ശാസ്ത്രീയത ഇപ്പൊ പൊതുവെ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ അതിൽ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഭൂമിയെ സംബന്ധിച്ച് എല്ലാം ഊർജ്ജങ്ങൾ റിസീവ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. വിടിമിനായ പോലും ഭൂമി റിസീവ് ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂട്ടന്റെ സിദ്ധാന്ത പ്രകാരം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു ഊർജ്ജം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ഊർജ്ജത്തെ നമ്മൾ പുറത്തേക്ക് തള്ളണം. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ വരണം. അപ്പൊ പുറത്തേക്ക് പോകുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, ഇതൊരു ചോദ്യം വരുന്നതാണ്. അപ്പൊ ആക്ച്വലി പുറത്ത് വരുന്നത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ മാത്രം നിൽക്കുന്ന ഒരു ഊർജ്ജമാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും. അതായത് നമുക്ക് ഗുരുത്വാകർഷണ ബലമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇത് തിരിച്ചറിയുന്ന ട്രാൻസ്പേഴ്സണൽ വിഭാഗത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഭൂമി റിസീവ് ചെയ്യുന്ന ഊർജ്ജത്തിന് ഒരു ഭാഗം ആ ഭൂമി പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും കൂടെയും ഒരുപോലെ അല്ല റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പൊ വോൾക്കാനോസ് പൊട്ടുന്ന പോലെ അത് ചില ഏരിയാസിൽ മാത്രമാണ് ആ ഫ്രീക്വൻസി ആ പറയുന്ന ഫോഴ്സുകൾ പുറത്തേക്ക് വിടുന്നത്. ഈ ഫോഴ്സ് പുറത്ത് വരുമ്പോൾ അതിനനുസരിച്ച് ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ പരീക്ഷണത്തിൽ കാണുന്നത് ചില ഏരിയകളിൽ, അതായത് പല ഭാഗങ്ങളിലും ഭക്ഷണ ലഭ്യത, വെള്ളം അല്ലെ അനുകൂല സാഹചര്യം ഇല്ലാതെ പോലും കണ്ടമാനം പാമ്പുകളുടെ സാന്നിധ്യം കാണാറുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടങ്ങളിൽ ഈ ഫോഴ്സ് റിലീസ് ചെയ്ത് വരുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ കാക്കകള് ചില ഫോഴ്സുകൾ അട്രാക്ട് ചെയ്യുന്ന പോലെ അതില് ഈ പറഞ്ഞ പ്രകൃതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫീൽഡിലേക്ക് അതിൽ കൂടുതൽ കംഫർട്ട് സോൺ വരുന്നത് സർപ്പങ്ങളാണ്. അപ്പൊ അവിടങ്ങളിൽ കണ്ടമാനം സർപ്പങ്ങളെ കാണുന്നു. അപ്പൊ അതിനെ മനസ്സിലാക്കിയിട്ട് പഴയ മുനിമാര് അവിടെ ഈ സർപ്പങ്ങളെ വെച്ചിട്ടുള്ള ഒരു ആരാധന സമ്പ്രദായം കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും ആ ഫോഴ്സ് വരുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ്. ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അതിനെ സംബന്ധിച്ചാണ് കൃത്യമായിട്ട് സർപ്പക്കാവുകൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ഈ ശാസ്ത്രീയതയെ കൂടി നമുക്ക് മനസ്സിലാവും. അപ്പൊ
ഇനിയിപ്പോ നമുക്ക് സർപ്പകാവിലെ ഒരു വൈബ്രേഷൻ എന്താണ്, അത് ഇപ്പൊ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈവൻ നമ്മൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ നമ്മുടെ വീട് എടുക്കുന്ന ആ ഭൂമിയിലുള്ള സൂക്ഷ്മജീവികളെയും ബാക്കിയുള്ള എല്ലാത്തിനെയും പറമ്പിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് ആകർഷിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി അവിടെ സങ്കല്പിച്ച് വെച്ചിട്ടൊക്കെയാണ് അവർ അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു ടൈം. പക്ഷേ അപ്പൊ അത് ഇത്ര അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഫിസിക്കലായിട്ട് നമ്മൾ കുറെ നോളജ് സമ്പാദിച്ചു. പക്ഷെ ഫിസിക്കൽ നോളജ് മാത്രമാണ് സത്യം, അത് മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്നുള്ള ശാഠ്യം പിടിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ വന്നു പോയതിന്റെ ദുരന്തം, കേരളത്തിൽ വന്നു പോയതിന്റെ റിസൾട്ട്. അപ്പൊ ഞങ്ങളായിട്ട് സംവദിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും സംസാരിക്കുന്ന വ്യക്തികളല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങളെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാം, പ്രാക്ടീസിലൂടെ കാണിച്ചു തരാം. ഈ ഒരു സർപ്പകാവിലുണ്ടാകുന്ന ഊർജ്ജം എന്താണ്, എവിടേക്കാണ് പോകുന്നത്, മോഡേൺ സയൻസ് ഇപ്പൊ അതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ള ഈ ശാസ്ത്രജ്ഞന്മാരാണ് അതൊന്നും അംഗീകരിച്ചത്. അത് എന്തുകൊണ്ട് ട്രാൻസ്പേഴ്സണൽ എന്ന വിഷയത്തെ കുറിച്ചുള്ള അറിവ് കുറവാണ്. തീർച്ചയായും പിന്നെ ഞാൻ എല്ലാ കാര്യത്തിലും ആത്മീയതയെ മുഴുവൻ സ്വീകരിച്ച് പറയുകയില്ല. കാരണം നമുക്കും അറിയാം കുറെ കാര്യങ്ങൾക്ക് അനാചാരങ്ങളും പ്രശ്നങ്ങളും അതിലും ഉണ്ട്. അല്ലെങ്കിലും ഈ മുമ്പ് നിലനിന്നിരുന്നാൽ അതിന്റെ ആ കാലഘട്ടത്തിന്റേതായ ചില ധർമ്മങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ഈ വാസ്തുപ്രകാരം ഈ വീടിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന വൃക്ഷമേ വെക്കാവൂ, ഇന്നത് വെക്കാവൂ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അത് ശാസ്ത്രമാണ്, റൂളാണ്, ശാസനയാണെന്ന് പറയും. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഇന്നുള്ള ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് അത് തെറ്റെന്നല്ല, പക്ഷെ അതിന് ഒരു റീസൺ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞ പോലെ എനർജിയുടെ ഒരു വിന്യാസത്തിന്റെ പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ ഇന്ന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് പൊതുവെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ പൂജാരിമാരായാലും മറ്റ് സ്പിരിച്വൽ കണ്ടന്റിൽ നിൽക്കുന്ന ആളുകൾ മസ്റ്റായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ട്രാൻസ്പേഴ്സൺ ഫീൽഡുകൾ. കാരണം അവരെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ കുറെ കൂടി ശാസ്ത്രീയതയിലും കുറെ കൂടി തെളിച്ചത്തിലൂടെയും ചെയ്യാൻ കഴിയുന്നത് ട്രാൻസ്പേഴ്സണൽ വിഭാഗത്തിൽ വരുമ്പോഴാണ്. പൊതുവെ നമുക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസിൽ കൂടുതലും അതായത് അവർക്ക് വിശ്വാസങ്ങളുണ്ട് എങ്കിൽ കുറച്ചുകൂടി ശാസ്ത്രീയത വേണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത്തരം ഫോഴ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, എവിടേക്കാണ് പോകുന്നത്, ഫ്രീക്വൻസി എന്താണ്, അതെനിക്ക് കിട്ടുന്നുണ്ടോ, അതിലെന്താണ് എഫക്ട്സ് വരുന്നത്, ഇതൊക്കെ പഠിക്കാവുന്ന ഒരു രീതിയിലാണ് കൂടുതൽ ആളുകൾ നമ്മളെ തേടി വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ആത്മീയതയിൽ തന്നെ വളരെ ഉന്നതിയിലേക്ക് പോകാനും അതിന്റെ ഒരു ക്വാളിറ്റി കിട്ടാനും വളരെ ഉപകാരപ്രദമാണ് ട്രാൻസ്പേഴ്സൺ എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളായാലും ശരി, അപ്പൊ അതിന്റെ ചുറ്റായ ബലിക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിയില്ല എന്തിനാണ് ഈ സംഗതി എന്നുള്ള അറിയില്ല, കൊടിമരത്തിന്റെ ശാസ്ത്രം എന്താണെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ പൂജയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെങ്കിലും ഇതൊന്ന് പഠിക്കണം. ഇപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമ സർവ്വമായാലും പറയുന്ന പോലെ ഉടായ്പ പൂജയല്ല. അപ്പൊ ഇതെല്ലാം ഹൈലി സയന്റിഫിക് ആണ്. അത് അങ്ങേയറ്റം എന്താ പറയുക, അതിനൊരു സയൻസ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് നമ്മൾ പഠിച്ചു വരേണ്ട ഒരു വിഷയമാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം ചില ബുദ്ധിമുട്ടുകളും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് പഠിച്ചാൽ ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് താങ്കള് ഈ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു, ഒരു ഗണപതി പൂജ നടത്തുകയാണ്, അവിടെ ഫോഴ്സ് വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാം. ഇപ്പൊ പഠിച്ച ആളുകൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗണപതി ഹോമം നടക്കുമ്പോൾ ഫോഴ്സ് വന്നില്ലെങ്കിൽ അവർ തന്നെ ചോദിക്കും പൂജാരിയുടെ എന്തുകൊണ്ട് വന്നില്ല. കാരണം അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൂജാരിയുടെ ക്രമത്തിന്റെ വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോടൊരു ആത്മാർത്ഥ കുറവോ ഒക്കെ ആയിരിക്കാം. ദ്രവ്യങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമ്മൾ പലപ്പോഴും വിഷമകരമായിട്ട് കാര്യങ്ങളിലൂടെ ഇതിൽ തുറന്ന് പറയേണ്ടതുണ്ട്. വളരെ ശക്തിയായി നിൽക്കേണ്ട കുറെ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വളരെ വിഷമത്തിലാണ് കാണുന്നത്. കാരണം ഒരു പക്ഷെ അവരുടെ ആ ഒരു അർപ്പണ മനോഭാവം ഇല്ലാത്തത് കൊണ്ടും പിന്നെ കൃത്യമായിട്ട് പൂജാവിധികൾ ചെയ്യാത്തത് കൊണ്ടും അവിടെയുള്ള ഇത്തരം ശക്തികൾ ചൈതന്യം ക്ഷയിച്ചുകൊണ്ടും മാത്രമല്ല കൃത്യമായിട്ട് ആ ക്ഷയം വന്നതുകൊണ്ട് മാത്രം അതിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് അടക്കം വരുന്ന രീതിയാണ് കാണുന്നത്. അതൊക്കെ മാറ്റേണ്ട സമയം ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമൂഹം ഇത് തിരിച്ചറിയേണ്ട ഒരു ഭാഗം വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ തെളിച്ചം വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഈ ട്രാൻസ്പേഴ്സന്റെ ഒരു വിഭാഗം പറയുന്നത്. ഇത്ര നേരം ഞാൻ പറഞ്ഞത് ട്രാൻസ്പേഴ്സന്റെ സ്പിരിച്വൽ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ട്രാൻസ്പേഴ്സൺ ഫീൽഡിന് സ്പിരിച്വൽ മാത്രമല്ല, കാരണം നമുക്ക് അതിന്റെ കൂടെ തന്നെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ എങ്ങനെ നമുക്ക് ഇത് ട്രാൻസ്പേഴ്സൺ ഫോഴ്സിനെ എടുക്കാം. തൃശ്ശൂർ പാഞ്ഞാളില് അതിരാത്രം നടന്ന സമയത്ത് അപ്പം US നിന്ന് ഒത്തിരി സയന്റിസ്റ്റുകൾ വന്നിരുന്നു. കാരണം അവർ മൃഗങ്ങളിൽ മാത്രമല്ല ഈ ചുറ്റാലുള്ള പരിസരത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പം പലപ്പോഴും മിസ്കാരേജ് വന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇൻഫെർട്ടിലുള്ള ആളുകൾക്കെല്ലാം തന്നെ പിന്നീട് അത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്യാരിയിങ് സംഭവിക്കുന്നതൊക്കെയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈക്കോളജിയിൽ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ഉണ്ട്. 3 ചെടികൾ വെച്ചിട്ട് ഈ ഒന്നിനെ കേഴ്സ് ചെയ്യുക, ഒന്നിനെ പ്രൈസ് ചെയ്യുക, മറ്റേ ന്യൂട്രലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ 3ന്റെ റിസൾട്ട് ഗംഭീരമാണ്. അതനുസരിച്ച് മാറ്റം വരുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഇത്രയും വലിയ ഊർജം നമ്മൾ അതിനെ വിസ്മരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ, അതായത് ജ്ഞാനികൾ കുറവും ജ്ഞാനികൾ കൂടുതലാണ്, ഞാൻ ഭാവമുള്ളവർ കൂടുതൽ. അതാണ് ഇപ്പൊ പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സൈക്ക് അതാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങ് ഈ പറഞ്ഞ ഈ ട്രാൻസ്പേഴ്സൺ ഇപ്പം അങ്ങ് പഠിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി വിങ് മാത്രമാണ് പഠന വിഷയത്തിൽ വരുന്നത്. അതായത് ഇപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് അസോസിയേഷൻ, BTA ബ്രിട്ടീഷ് ട്രാൻസ്പേഴ്സൺ അസോസിയേഷൻ, അല്ല എല്ലാ രാജ്യങ്ങളും, വിദേശ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും ഇതിന് അസോസിയേഷൻസ് ഉണ്ട്. അവർ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. കാലിഫോർണിയ സോഫിയ യൂണിവേഴ്സിറ്റി, അവരവിടെ BATP ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ ട്രാൻസ്പേഴ്സൺ സൈക്കോളജി, MATP മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ട്രാൻസ്പേഴ്സൺ സൈക്കോളജി, PhD ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതാണ് നമുക്ക് സോഫിയ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ നമ്മൾ അതിനേക്കാൾ ഒരു പടി കടന്നിട്ടാണ് നമ്മളുടെ കാര്യങ്ങൾ. അതായത് സൈക്കോളജി മാത്രം പോരാ, നമുക്ക് ഇത് ആസ്പെക്ട്സ് എന്നുള്ള വിഭാഗമാണ്. ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ സൈക്കോളജി വിങ് മാത്രമല്ല, നമുക്ക് ഓൾറെഡി അതിന്റെ വിങ് ഒന്ന് സ്പിരിച്വാലിറ്റിയിൽ വരുന്നുണ്ട്, ഒന്ന് ആരോഗ്യം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം. അതായത് ഇപ്പൊ കൃത്യമായിട്ട് മയോ ക്ലിനിക്കൊക്കെ പോലുള്ള ക്ലിനിക്കുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാണ്. പാഞ്ഞാള് വിദേശീയർ വരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. കാരണം അവര് ട്രാൻസ്പേഴ്സൺ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. അവിടെ ഏത് ഫ്രീക്വൻസി വർക്കിന് ആ ഫ്രീക്വൻസി അതിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്താൽ ഇൻഫെർട്ടിലിറ്റിക്ക് മാറ്റം വരുന്നില്ല, സപ്പോർട്ടിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, അത് അവിടെ ചെയ്യും. ഒരു പക്ഷെ അവര് അതൊരു ഉപകരണം വെച്ചായിരിക്കാം. പക്ഷെ അത്തരം പഠനങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതൊന്നുമില്ല, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് പറയുന്ന രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റേത് എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ആസ്പെക്ട്സ് ആണ്. ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഇതിലെ എല്ലാ വിഷയവും പെടും. സൈക്കോളജി പെടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആരോഗ്യം, അതുപോലെ നമുക്ക് കൃത്യമായിട്ട് മെന്റൽ ഹെൽത്തിന് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഇപ്പൊ താങ്കളിൽ ഏത് ഫ്രീക്വൻസി വേണം അതിനെ എങ്ങനെ യൂസ് ചെയ്യാന്ന് പഠിച്ചാൽ താങ്കൾ മറ്റുള്ള ആളുകളെക്കാളും 2 പടി മുകളിലാണ്. കാരണം നമ്മളത് റിയാലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ യോഗയിൽ ഏറ്റവും അപ്ലിക്കബിൾ ആണ്, ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള പലപ്പോഴും കരിയർ ഡെവലപ്മെന്റ് ഇതൊക്കെ നമുക്ക് ഈ ട്രാൻസ്പേഴ്സൺ ഫീൽഡിൽ വരുന്ന ഭാഗമാണ്. അപ്പൊ അവിടങ്ങളിൽ ട്രാൻസ്പേഴ്സൺ ഫീൽഡ് വളരെ ശക്തമാണ്. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ട്രാൻസ്പേഴ്സൺ ഫീൽഡിൽ ഒരു ഫ്രീക്വൻസി ഒരു പ്രത്യേക കാര്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. അതുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അത്തരം മെറ്റീരിയൽസ് പുറത്തു വരില്ല. ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് ഈ ട്രാൻസ്പേഴ്സണൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും ട്രാൻസ്പേഴ്സൺ ഫീൽഡിനെ കുറിച്ചും നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുക, കുറച്ച് പ്രാക്ടീസ് താല്പര്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുക എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഞാൻ ഇപ്പൊ നേരത്തെ സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. കാരണം സ്പിരിച്വൽ കണ്ടന്റ് ഒക്കെ ഒരുപാടുള്ള ആളുകൾക്കാണ് ഈ ട്രാൻസ്പേഴ്സണൽ വിഷയങ്ങൾ കുറച്ചുകൂടി താല്പര്യം വരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ആദ്യത്തെ വിഷയം ഞാനാര്, അല്ലെങ്കിൽ എൻ്റെ എന്താണുള്ളത്, അല്ലെങ്കിൽ ഞാനൊരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ, അത് ഇതിൽ മതങ്ങളൊന്നുമില്ല, പള്ളിയിലോ അല്ലെങ്കിൽ മോസ്കിലോ പോയാൽ എനിക്ക് എന്ത് എഫക്റ്റാണ് കിട്ടുക, ഇത് തിരിച്ചറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ. അപ്പൊ അതിലേക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വിഷയങ്ങളിലേക്ക് അവർക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവർ പുതിയ ട്രാൻസ്പേഴ്സൺ വിഷയങ്ങളെ കുറിച്ച് ഗഹനമായി പഠിക്കാൻ തയ്യാറാവുകയും അത് അവരുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ച് വരുത്തുകയും മാത്രമല്ല ഇനി കരിയർ ആണെങ്കിലും ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചാലും ഒരു കൃത്യമായിട്ടൊരു കരിയർ ഡെവലപ്മെന്റ് ഉണ്ട് ഇതിൽ. കാരണം നമ്മൾ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സിനെ ആസ്പെക്ട്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ MATPയോ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരെ ലൈഫ് ട്രെയിനിങ് എന്നുള്ള രീതിക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റാവുന്ന വലിയൊരു ഫീൽഡാണത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃത്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പെർ മന്ത് 25 lakh ഒക്കെ സാലറി ഉണ്ട്. അത്രയും ഹൈ ഫീൽഡിലുള്ള ഒരു വിഭാഗം കൂടിയുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു വിഷയം കൂടിയാണ്, കുറച്ച് താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ. അതുകൂടി ഇതിൽ വരുന്നതാണ്. ഇത് ഇപ്പൊ ഞാൻ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് ഫോഴ്സും ഒന്ന് എബിലിറ്റിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒതുങ്ങാവുന്ന വിഷയമല്ല. കാരണം ഗഹനമായിട്ട് പറഞ്ഞു പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് ലൈവ് സെഷൻസും ഉണ്ട്. അപ്പൊ അതും നമുക്ക് ശരിക്കും ചെയ്യേണ്ടതാണ്. കാരണം നമ്മള് പൊതുവെ അക്ഷരശക്തി സ്ഥാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ അതിന്റെ കൃത്യമായ പോയിന്റ് അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തും അതിന് ലൈവ് സെഷൻ കൊടുത്തുകൊണ്ടാണ് ആളുകളെ ബോധവൽക്കരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതില് ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ട്രാൻസ്പേഴ്സൺ ഫോഴ്സ് എമിറ്റ് ചെയ്യുന്ന ചില ഉപകരണങ്ങൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജിനെ കനറ്റിലേക്ക് മാറ്റുക, അങ്ങനെ ചേഞ്ചിങ് വരുത്തുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമുക്കൊരു സ്പിരിച്വൽ അല്ല കേട്ടോ. കാരണം ആ ഫോഴ്സ്, ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഒരു ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ചെറിയ അപ്പൊ അത് വർക്ക് ചെയ്ത് തുടങ്ങി ഓട്ടോമാറ്റിക് നമ്മുടെ ഫ്രീക്വൻസി
ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ശരി കറക്റ്റ് കണക്ടർ ശരിക്കും നമ്മളതിൽ കൃത്യമായിട്ട് ഒരു ഒന്ന് ചേർന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ കൂടുതൽ അതിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. മാത്രമല്ല വളരെ കോസ്റ്റ്ലിയാണ്. രണ്ടാമത് അത് നിർമ്മിച്ചെടുക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ആ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പരിശോധിക്കണം. അപ്പൊ അത്രയും വിഷയമായതുകൊണ്ട് അത് അത്ര അത്യാവശ്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് നമ്മൾ ഒരു ബിസിനസ് മാർഗമല്ല. പൊതുവെ നമുക്ക് താല്പര്യമുള്ളവർക്ക് ആണെങ്കിൽ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം അത് കോസ്റ്റും ഉണ്ട് അതിന്. അപ്പൊ അത് കൊടുക്കുന്നുണ്ട്. അത് ഇതിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു വിഭാഗം കൂടി ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. നമുക്ക് അതിലേക്ക് എന്തായാലും വരാം.